അല്ല. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടി വാർത്താസമ്മേളനം നടത്തുകയാണ് മലപ്പുറത്ത്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് ആവശ്യമുള്ളതുകൊണ്ട് മാത്രം എടുത്ത് അല്ലെങ്കിൽ ഒന്നിനൊന്നും മെച്ചാണ്. എല്ലാ സ്ഥലത്തും മെച്ചാണ്. അപ്പോൾ വളരെ നല്ല എളുപ്പം തിരഞ്ഞെടുക്കാവുന്ന സ്ഥിതി ഇപ്പോൾ പാർട്ടിയിലുണ്ട്. കാരണം വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള നല്ല ഡെവലപ്മെൻറ്റ് ഈ മണ്ഡലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആർക്കും അവരെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതാണ് ജനങ്ങൾക്ക് അത്രയും ഗുണം ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ 10-20 സീറ്റിൽ. യുഡിഎഫിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതിനകത്തൊരു ഘടകമായിട്ട് വരും. ഏത് ഈ വികസനം മുൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വികസനം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താമെന്ന് പറയുമ്പോൾ തന്നെ നെഗറ്റീവ് ഫാക്ടേഴ്സ് മറ്റു കുറച്ചുണ്ടല്ലോ, അതൊക്കെ വിനയായിട്ട് വരും. ഇല്ല, UDF-ന് മൊത്തം ചോദിച്ചത്. UDF-ന്റെ മൊത്തം കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ UDF-ന് അനുകൂലമായ ട്രെൻഡാണെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും വളരെ നല്ലൊരു ട്രെൻഡാണ് UDF-ന് എന്നാണ് പറയുന്നത്. കേരള കോൺഗ്രസിലുണ്ടായിട്ടുള്ള കേരള കോൺഗ്രസ് അവിടെ തന്നെ ഉണ്ടല്ലോ. അത് ഏതാനും ആളുകളുടെ ഒരു കാര്യമാണ് പറയുന്നത്. അതിൻ്റെ അവസാനം എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇത് വരട്ടെ. കുറച്ച് ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നല്ലേ പറയുന്നുള്ളൂ. കേരള കോൺഗ്രസ് ഇൻടാക്റ്റ് ആണല്ലോ. അല്ല, ഔദ്യോഗികമായിട്ട് ഇപ്പൊ തുടങ്ങി കഴിഞ്ഞില്ലേ? ഇന്ന് കോഴിക്കോട് കൺവെൻഷനല്ലേ? 10-ാം തീയതിയാണ് കൺവെൻഷൻ. തുടങ്ങി കഴിഞ്ഞല്ലോ, ഇന്നലെ തുടങ്ങിക്കഴിഞ്ഞു. എന്തെങ്കിലും പറയേണ്ടത് അവസാനം പറയണ്ടോ? പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഹൈദരലി തങ്ങളും അടക്കമുള്ളവർ ലീഗിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയാണ്. ഇ അഹമ്മദും KP മജീദും അടക്കമുള്ള നേതാക്കൾ കൂടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലീഗിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങര തന്നെയാണ് മത്സരിക്കുക. P.K. അബ്ദുറബ്ബ് തിരൂരങ്ങാടി, M.K. മുനീർ കോഴിക്കോട് സൗത്ത്, P.K. ബഷീർ ഏറനാട്, കുഞ്ഞാലിക്കുട്ടി വേങ്ങര, അബ്ദുറബ്ബ് തിരൂരങ്ങാടി, K.M. ഷാജി അഴീക്കോട്, അബ്ദുറഹ്മാൻ ഇടത്താണി താനൂർ, മഞ്ഞളാംകുഴിയേരി പെരിന്തൽമണ്ണ എന്നീ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുക. ലീഗിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. അഴീക്കോട് KM ഷാജി, തിരുവമ്പാടി ഉമ്മർ മാസ്റ്റർ, കൊടുവള്ളി MA റസാഖ് മാസ്റ്റർ, കോഴിക്കോട് സൗത്ത് M.K. മുനീർ, വള്ളിക്കുന്ന് P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കോട്ടക്കൽ KK അബ്ദുൽ ഹുസൈൻ തങ്ങൾ, ഒരു പ്രൊഫസറാണ്, ഹുസൈൻ തങ്ങൾ, തിരൂർ C. മമ്മൂട്ടി, താനൂർ അബ്ദുറഹ്മാൻ ഇടത്താണി, തിരൂരങ്ങാടി P.K. അബ്ദുറഹ്മാൻ, വേങ്ങര P.K. കുഞ്ഞാലിക്കുട്ടി, മലപ്പുറം P. ഉബൈദുള്ള, കുണ്ടോട്ടി TV ഇബ്രാഹിം, യാർനാട് P.K. ബഷീർ, മഞ്ചേരി അഡ്വക്കേറ്റ് F. ഉമ്മർ, ലീഗിന്റെ ആദ്യഘട്ട മുസ്ലിം ലീഗിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയാണ് KP മജീദ്. മഞ്ഞളാംകുഴി അലി, മണ്ണാർക്കാട് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, കളമശ്ശേരി VK ഇബ്രാഹിം കുഞ്ഞ്, 20 സീറ്റ്. ഓക്കെ, അല്ല, ഇപ്പൊ UDF ചർച്ചയ്ക്ക് ഞങ്ങൾ ഉടനെ പോകും. തീരുമാനമായി കഴിഞ്ഞാൽ ഖാദർ ഒരു വാക്ക് പറയും. ഞാനൊന്നും പറയുന്നില്ല, പാർട്ടി ഏൽപ്പിച്ച ദൗത്യം എന്തായാലും മുസ്ലിം ലീഗിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. P.K. കുഞ്ഞാലിക്കുട്ടി, KP മജീദ്, ഹൈദരലി ശിഹാബ് തങ്ങൾ, മറ്റു നേതാക്കൾ എന്നിവർ ചേർന്ന് ഇപ്പോഴും അവരുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. സാജിദ്, വിശദാംശങ്ങൾ എന്താ?
സനീഷ്, അല്പസമയം മുമ്പാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്ത് ഉബൈദ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ഉമ്മർ ആയിരിക്കും സ്ഥാനാർത്ഥി. കൊണ്ടോട്ടിയിൽ TV ഇബ്രാഹിം കുഞ്ഞാണ് സ്ഥാനാർത്ഥി. കൊണ്ടോട്ടിക്ക് പുതുമുഖമാണ്. വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും. കോട്ടക്കലിൽ അബ്ദുൾ സമദ് സമദാനിക്ക് പകരം KK ആബിദ് ഹുസൈൻ തങ്ങളായിരിക്കും. മണ്ണാർക്കാട് N ഷംസുദ്ദീൻ തന്നെ തുടരും. ഏറനാട് മണ്ഡലത്തിലും PK ബഷീർ തന്നെ തുടരും. മങ്കടയിൽ അഹമ്മദ് കബീർ തുടരും. പെരിന്തൽമണ്ണയിൽ മഞ്ഞളാംകുഴി അലി തന്നെയായിരിക്കും തുടരുക. തിരൂരിൽ C മമ്മൂട്ടി തന്നെ തുടരും. താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താനിയായിരിക്കും. വള്ളിക്കുന്നിൽ ഹമീദ് മാസ്റ്റർ ആയിരിക്കും. ഇദ്ദേഹം പുതുമുഖമാണ്. അതുപോലെ തന്നെ തിരൂരങ്ങാടിയിൽ PK അബ്ദുൾ റബ്ബ് ആയിരിക്കും. കൊടുവള്ളിയിൽ M റസാഖ് മാസ്റ്റർ ആയിരിക്കും. തിരുവമ്പാടിയിൽ ഉമർ മാസ്റ്ററും അഴീക്കോട് KM ഷാജിയും കാസർഗോഡ് NA നെല്ലിക്കുന്നും മഞ്ചേശ്വരത്ത് അബ്ദുൾ റസാഖ് TBയും കോഴിക്കോട് സൗത്തിൽ MK മുനീറും കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞുമായിരിക്കും. 20 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. കുന്നമംഗലം, കുറ്റ്യാടി, ഗുരുവായൂർ, ഇരവിപുരം ഈ സീറ്റുകൾ പ്രഖ്യാപിക്കാനുണ്ട്. ഇരവിപുരവും കായംകുളവുമായി മാറുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇത് പ്രഖ്യാപിക്കാത്തത്. സനീഷ്, നന്ദി സാജിദ്. വിവരങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും തിരിച്ചു വരാം താങ്കളിലേക്ക്. മുസ്ലിം ലീഗിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. ലീഗ് നേതൃത്വം പാണക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ച് 20 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.